Hi friends, ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ജർമ്മൻ ഐറ്റമാണ് cabbage rolls and stuffed capsicum. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ കാണാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് 250 ഗ്രാം മിൻസ്ഡ് ബീഫ്, 3 കാപ്സിക്കം. ഞാനിവിടെ 3 കളർ എടുത്തേക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കളർ കിട്ടിയില്ലെങ്കിൽ ഒരു കളർ തന്നെ മതി. പിന്നെ കാബേജ്, ഇങ്ങനെ വലിയ കാബേജിന്റെ പുറത്തെ ഭാഗങ്ങൾ പൊളിച്ചെടുത്തത്. ഞാനിവിടെ 3 വലുതെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയ കാബേജ കിട്ടണമെങ്കിൽ ചിലപ്പോൾ കൂടുതൽ എടുക്കേണ്ടി വരും. 200 ഗ്രാം അല്ലെങ്കിൽ 1 കപ്പ് നല്ല നീളമുള്ള ബസ്മതി റൈസ്, 2 വലിയ തക്കാളി, 4 ടേബിൾ സ്പൂൺ ഓയിൽ. അത് ചിലപ്പോൾ ഇത് കുറവ് വേണ്ടി വരുള്ളൂ, ഞാൻ അത്ര എടുത്തിട്ടുണ്ട്. വലിയ 2 സവോള കൊത്തി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി അത് ഓരോ ടേബിൾ സ്പൂൺ വെച്ച്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചതച്ച മുളക് ക്രഷ്ഡ് ചില്ലി, പിന്നെ ഒരു വലിയ പച്ചമുളക് കുഞ്ഞാക്കി അരിഞ്ഞത്, പിന്നെ നമ്മുടെ മല്ലിയില. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമ്മൾ വെള്ളം ഇങ്ങനെ തിളപ്പിക്കാനായിട്ട് വെക്കണം. ആ വെള്ളത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഈ കാബേജിന്റെ വലിയ ലീവ്സ് വാടാനായിട്ടിട. വേവരുത്, ഒന്ന് വാടി വന്നാൽ മതി. അപ്പൊ ഇങ്ങനെ വെള്ളത്തിലേക്ക് മുക്കി കൊടുക്കാം, ഇങ്ങനെ താഴ്ത്തി കൊടുക്കാം. അപ്പൊ ഇതിങ്ങനെ വാടി വരും. എന്നിട്ടത് വാടി കഴിയുമ്പോൾ നമുക്ക് പുറത്തോട്ടെടുക്കാം. മറ്റൊരു പാത്രത്തില് നമ്മൾ 4 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ടിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ മിൻസ്ഡ് ബീഫ് മുഴുവനും ഇതിനകത്തേക്ക് ഇടാം വേവാനായിട്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഈ വാടാൻ വെച്ചേക്കണ കാബേജിലേക്കും നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഉപ്പിന്റെ ടേസ്റ്റ് ഒക്കെ വരും. നമ്മുടെ കാബേജ് ലീഫ് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇത് എടുക്കാൻ പോവാണ്. ഈ പാത്രത്തിലേക്ക് ഇങ്ങനത്തെ ഒരു പിടിക്കാൻ പറ്റിയൊരു സാധനം കൊണ്ട്, കൈയും കൊണ്ടൊന്നും എടുക്കരുത്, കൈ പൊള്ളിപ്പോവും. ഇങ്ങനത്തെ ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ വെക്കും. നിങ്ങൾക്ക് എന്തോ, കോക്കനട്ട് ഓയിൽ വേണ്ട, ഒലിവ് ഓയിലോ അങ്ങനത്തെ എന്തെങ്കിലും ഓയിൽ ഒഴിക്കാം. എന്നിട്ട് അതിനകത്തേക്ക് കൊത്തി അരിഞ്ഞ സവോള ഇട്ട് കൊടുക്കാം. ശകലം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, അത് പെട്ടെന്ന് വാടി കിട്ടും. സവോള നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇടുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇതിനകത്തേക്ക് നമ്മൾ ഈ പച്ചമുളക് അരിഞ്ഞ് ചേർക്കും. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ പച്ചമുളകൊക്കെ ഇടാട്ടോ. ക്രഷ്ഡ് ചില്ലി ആട്ടോ ഇട്ടത്. കുരുമുളക് പൊടി ഇടാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഈ തക്കാളി ഫുള്ളിടാം. തക്കാളി ഇത്തിരി കൂടുതൽ തന്നെ ഇടണം. ഇനി അത് വെന്ത് ചെറിയൊരു പേസ്റ്റ് പോലെയാണ്. ഞാൻ ഇതിനകത്തേക്ക് ഉപ്പിടാൻ പോവാണേ. ഇത് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ തീ കുറച്ചിട്ട് ഈ 1 കപ്പ് അരി ഇടുക. അരി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യും. ഒരു 3 മിനിറ്റ് നമ്മളിങ്ങനെ ജസ്റ്റ് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ഇത് റോസ്റ്റ് ചെയ്യും. ഇടയ്ക്കൊന്ന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിന് ഉപ്പ് ഇനിയും വിടാം. അരി ഇങ്ങനെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. 1 കപ്പ് അരിയാണ് നമ്മൾ ഇട്ടത്. അപ്പൊ അതിനകത്തേക്ക് നമ്മൾ ഈ കാബേജ് വേവിച്ച വെള്ളത്തിൽ നിന്ന് 1 കപ്പ് വെള്ളം എടുക്കാം. നമുക്കറിയാം, അരി വേവണമെങ്കിൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം വേണ്ടത്. നമുക്കപ്പോൾ ഫുള്ള് വേവണ്ട, നമ്മുടെ കുക്കിങ്ങിന് വേറെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഈ കാബേജ് വേവിച്ച വെള്ളം 1 കപ്പ് ഇതിനകത്തേക്ക് ഒഴിക്കാം. നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് വേവണ വരെ മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ അരി ഒരു ഹാഫ് വെന്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഈ മിൻസ്ഡ് ബീഫ്
ആ വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ട് ആ സ്റ്റോക്ക് കളയരുത്, നമുക്ക് ആവശ്യമുണ്ട്. നമ്മളിത് ബേക്ക് ചെയ്യാനും അവനില്ലാത്തവർക്ക് വേണ്ടി കുക്ക് ചെയ്യാനും നമ്മളത് എടുക്കും. നമുക്ക് നല്ല സ്പൈസി ആയിട്ട് ഇഷ്ടമുള്ളെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ഇടാം കേട്ടോ. അപ്പൊ അതുപോലെ ഗരം മസാല ഇടാം, സബ് ചെയ്യും. ഇനി ലാസ്റ്റ് ഇതിട്ടതിന് ശേഷം നമ്മൾ ഈ മല്ലിയില ഫുള്ള് ഇടാം. മല്ലിയില ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ വേവിക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ ഈ വാട്ടിയ ഇല ഇനി ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഈ കാബേജിന്റെ ഇല ഇങ്ങനെ നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാം. നല്ല വാടിയിരിക്കുകയാണ്, അത് നമ്മളിങ്ങനെ മുറിച്ചെടുക്കാം. നമുക്ക് ഇതിന്റെ ഈ ഞരമ്പൊക്കെ ചെത്തിക്കളയാം, അപ്പൊ കുറച്ചും കൂടി വേഗത്തിൽ ചുരുട്ടിയെടുക്കാൻ പറ്റും. ഇതിങ്ങനെ ചെത്തിക്കളഞ്ഞു കഴിഞ്ഞാൽ കളയണ്ട, നമുക്കത് പുഴുങ്ങാൻ സമയത്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം. ഇത്രയും കിട്ടിയതല്ല. ഇതുപോലെ ഞാൻ എല്ലാ കാബേജ് പീസസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനകത്താണ് ഇനി ഈ ഉണ്ടാക്കി വെച്ച ഈ സാധനം ചുരുട്ടാൻ പോണത്. അതുപോലെ തന്നെ നമുക്ക് ഈ ക്യാപ്സിക്കം ഒരു കാര്യം ചെയ്യാം. ക്യാപ്സിക്കത്തിൻ്റെ ഇങ്ങനെ വട്ടത്തിൽ വെട്ടിയെടുക്കാം. ഇതിൻ്റെ ഉള്ളിലെ പതുക്കെ പതുക്കെ ആ വേസ്റ്റൊക്കെ എടുത്ത് കളയാം. ഇങ്ങനെ നമ്മൾ വാട്ടിയെടുത്ത ഇല നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ ഞരമ്പൊക്കെ ചെറുതായിട്ടൊന്ന് ചെത്തിക്കളയാം. അപ്പോൾ ഇങ്ങനെ നീളത്തിൽ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ പീസസാണ് നമുക്ക് വേണ്ടത്. ഇതിനകത്താണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഒരെണ്ണം നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. കുറച്ച് ഒരു സ്പൂണോളം എടുത്താൽ മതി. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഈ രണ്ട് സൈഡ് ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് റോൾ ചെയ്യാം. ഇങ്ങനെ റോൾ ചെയ്തിട്ട് അതിൻ്റെ അറ്റഭാഗം അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ പാത്രത്തിൻ്റെ സൈഡിൽ വയ്ക്കുക. ഇങ്ങനെ നമ്മളെല്ലാം ചുരുട്ടിയെടുക്കണം, ഓരോന്നോരോന്നായിട്ട് ചുരുട്ടിയെടുക്കണം. നമ്മളെല്ലാ ക്യാബേജ് റോൾസും നല്ല ഭംഗിയായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഈ ബീഫിൻ്റെ സ്റ്റോക്കില്ലേ, അത് ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ ഓവൻ 190 ഡിഗ്രി ടു 200 ഡിഗ്രി ഇൻ ബിറ്റ്വീനിൽ നമ്മൾ ചൂടാക്കാനായിട്ട് വെക്കണം, പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഈ കാബേജിൻ്റെ അതേ ലെവലിൽ റോൾസ് ഇരിക്കണതിൻ്റെ അതേ ലെവലിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ നേരത്തെ ബാക്കി വന്ന ആ പീസസ് ഓഫ് കാബേജ് ഇല്ലേ, അതിങ്ങനെ നിരത്തി ഇടുക. എന്നിട്ട് ഈ അലുമിനിയം ഫോയിൽ കൊണ്ട് മൂടി വയ്ക്കുക. നല്ല അസലായിട്ട് ഇങ്ങനെ പൊതിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ക്യാപ്സിക്കം എടുക്കാം. ക്യാപ്സിക്കം നമ്മൾ ഇതുപോലെ ഉള്ളിൽ നിന്നൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് സുഖമായിട്ട് അങ്ങ് ഫില്ല് ചെയ്യാൻ വരും. നമ്മളതേ 3 ക്യാപ്സിക്കവും നല്ല ഫില്ല് ചെയ്ത് മുകളിലൊരു മല്ലിയിലയുടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന സ്റ്റോക്ക് ഫുള്ളായിട്ട് ഒഴിക്കാൻ പോവാണ്. ഈ വെള്ളത്തിൽ ഇരുന്നിട്ടാണ് ഇത് വേവാൻ പോണത്. നമ്മളിത് ഓവനിലല്ല വെക്കണത്, അടപ്പത്ത് വെച്ച് വേവിക്കാൻ പോവാം. അപ്പോൾ കുറച്ച് വെള്ളം ഇതിൽ ഒഴിക്കൊരു ശകലം, വളരെ കുറച്ച്, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒഴിച്ചാൽ മതിയാവും അകത്ത്. ബാക്കി ഫുള്ള് ഇതിൻ്റെ സൈഡിൽ ഒഴിക്കുക. നമ്മളിത് അടുപ്പത്ത് കൊണ്ട് വെച്ചേക്കാണ്. 3 എണ്ണം ഉണ്ട്. അതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്, ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ഉണ്ടാവും. അതിനകത്തേക്കാണ് വെച്ചേക്കണേ. ഇതിൻ്റെ ഉള്ളിലും കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മൂടി വെക്കുകയാണ്. മൂടി വെച്ചിട്ട് നമുക്കൊരു 25 മിനിറ്റ് നമുക്ക് വേവിക്കാം.
നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞാനൊരു സ്റ്റാൻഡ് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് ഹീറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയ കാബേജ് റോൾസ് ഇതിനകത്ത് വെക്കാം. ഇത് 190 to 200 ഡിഗ്രിയിൽ നമ്മളൊരു 40 മിനിറ്റ്സ് നമുക്ക് കഴിയും. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് എടുക്കാണ്. ഭംഗിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചൂട്. അപ്പൊ നമ്മുടെ കാബേജ് റോൾസും സ്റ്റഫ്ഡ് കാപ്സിക്കം സെറ്റ് ആക്കിയോടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് സെഷൻ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, യെസ്. അതവിടത്തും പോയി. ഇത് ഓരോ ദിവസം ഓരോ ഭാഷ പഠിക്കാനാ. Delicious food. Oh my god. Thank you so much. അപ്പൊ നിങ്ങൾക്ക് ഈ ഐറ്റം നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. അപ്പൊ ഇത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വേഗം വരും. Till then, bye.